2025 ഈ വരുന്ന മാർച്ച് 29 ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശിമാറ്റം ഉണ്ടാവുന്നതാണ്. ഈ ശനി ഗ്രഹം 2.5 വർഷത്തിലൊരിക്കലാണ് ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് മാറുന്നത്. അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പരിക്രമണമാണ്. ആ പരിക്രമണ ഫലം 30 വർഷം 360 ഡിഗ്രി സഞ്ചരിക്കുന്ന ആ ശനി ഒരു 30 വയസ്സ് കഴിയുമ്പോഴായിരിക്കും വീണ്ടും ജന്മശനിയായും അഷ്ടമശനിയായും ഏഴര ശനിയായും കണ്ടകശനിയായും ഒക്കെ ഇതിൽ വരുന്നത്. പക്ഷേ ഈ പറയുന്ന അത്ര ദോഷം ഈ പ്രാവശ്യം കൂടുതൽ ആളുകൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം. ശനി ആദ്യം ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ശനി ഒരു തമോ ഗ്രഹമാണ്, പൂർണ്ണമായ അന്ധകാരമാണ്. ശനിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സൂര്യൻ നമുക്ക് പൂർണ്ണമായ വെളിച്ചം തരികയും നമുക്ക് ജീവൻ തരികയും ആത്മാവ് തരികയും ജീവിതം തരികയും എനർജി തരികയും ചെയ്യുന്ന സൂര്യന് നേരെ ഓപ്പോസിറ്റ് മകരം കുംഭം രാശികളിൽ ഇരുട്ടിൻ്റെ രാശികളിൽ നിൽക്കുന്ന ഈ തമോ ഗ്രഹമായിട്ടുള്ള ശനി നമുക്ക് അന്ധകാരം തരും, മരണം തരും, ദാരിദ്ര്യം തരും, ദുഃഖം തരും, ഇല്ലായ്മ തരും. ആ ശനി 2.5 വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശനി മാറ്റം ഇത്ര പ്രാധാന്യത്തോടു കൂടി എല്ലാവരും എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ശനി എല്ലാവർക്കും ദോഷമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ മീനം രാശിക്കാർക്കും എല്ലാം ചിങ്ങൻ രാശിക്കാർക്കും എന്ന് പറഞ്ഞാൽ മീനം രാശി എന്ന് പറയുമ്പോൾ 2.5 നക്ഷത്രമാണ് ഒരു രാശിയിൽ ഉണ്ടാവുക. മീനം രാശി എന്ന് പറയുന്നത് പൂരോരുട്ടാതി അവസാന പാദവും ഉത്രട്ടാതി രേവതി എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങളും, ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മകം പൂർണ്ണമായും പൂരം ഉത്രം കാൽപാദവും ചേർന്ന ഈ 2 രാശിക്കാർക്കാണ് പ്രധാനമായും ദോഷമായി ഭവിക്കുന്നത്. അതിൽ തന്നെ ചിങ്ങം രാശിക്കാർക്ക് 1.5 വർഷത്തോളം രാഹു ഗോചരവേദം എന്ന് പറയുന്ന 7 രാഹു വരുന്ന ഒരു സമയം പൂർണ്ണമായും ദോഷം വരാത്തൊരു സമയം കൂടിയുണ്ട്. അപ്പോൾ മീനം രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും ദോഷമായി ഫലിക്കുന്ന അതേ ശനി ഗുണം ചെയ്യുന്ന രാശികൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുണം ചെയ്യണമെങ്കിൽ ജാതകത്തിൽ 1, 5, 9 ഭാവാധിപന്റെ ദശ നടക്കുകയോ പൗർണമി ചന്ദ്രൻ ജാതകത്തിൽ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുക. ശനിയെ ശുഭന്മാരാരെങ്കിലും ദർശനം ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് കോടികൾ ഉണ്ടാവുന്ന, ധനയോഗം ഉണ്ടാവുന്ന, വർധനവുണ്ടാവുന്ന, കുടുംബാഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു യോഗം തന്നെയാണ് 3 രാശികൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. അത് പൂർണ്ണമായി ഫലിക്കണമെങ്കിൽ ആദ്യം തന്നെ പറയാം, ഇടവം രാശി, തുലാം രാശി, മകരം രാശി എന്നീ 3 രാശികൾക്കാണ് ശുഭഫലങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവുക. ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അരപാദം എന്ന് പറഞ്ഞാൽ മകയിരത്തിൽ 2 പാദം, ഈ 3 നക്ഷത്രങ്ങളും. അതുപോലെ തന്നെ തുലാം എന്ന് പറഞ്ഞാൽ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രവും. അതുപോലെ മകരം എന്ന് പറയുന്നത് ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടത്തര എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങൾ. അങ്ങനെ മൊത്തം 9 നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ ശുഭത്വം ശനി രാശിമാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഈ ശുഭത്വത്തിന് നിങ്ങൾക്ക് ജാതകത്തിൽ അനുകൂലമായ ദശകൾ ഉണ്ടാവുകയും, അതായത് ജാതകത്തിൻ്റെ ലഗ്നത്തിൽ നിന്ന് ലഗ്നത്തിൻ്റെയോ 5ാം ഭാവത്തിൻ്റെയോ 9ാം ഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ ശുഭനായ ആരുടെയെങ്കിലും ദശ നടക്കുക, അങ്ങനെ നടക്കുകയും ലഗ്നാധിപൻ ഫലവാനായിരിക്കുകയും അതുപോലെ തന്നെ ജാതകം ഫലമായിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. അപ്പോൾ രാശിഫലം പറയുമ്പോൾ വളരെയധികം കോടീശ്വര യോഗം ഉണ്ട്, ഒരുപാട് ധനം ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഈ പൂർണ്ണമായും ഈ ജാതകത്തിൻ്റെ അവസ്ഥ കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ജാതകത്തിൽ നല്ല ദശകൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ല ലഗ്നഫലം ഉണ്ടായിരിക്കണം. അത് ലഗ്നാധിപന് എത്ര ബലമുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് സമ്പത്താണെങ്കിലും അഭിവൃദ്ധിയാണെങ്കിലും സുഖമാണെങ്കിലും ആസ്വദിക്കാനും അനുഭവിക്കാനും യോഗം ഉണ്ടാവുള്ളൂ. ലഗ്നാധിപൻ മോശമാണെങ്കിൽ നിങ്ങൾക്ക്
ദാരിദ്ര്യയോഗവും മറ്റു കാര്യങ്ങളുമായിരിക്കും കൂടുതലായിട്ട് സംഭവിക്കുക. അതെന്ത് രാശി മാറിയാലും നിങ്ങൾക്ക് ആ ദശ അനുകൂലമാവില്ല. അതുപോലെ നിങ്ങൾക്ക് അവയോഗ ദശകൾ സംഭവിച്ചിട്ടുണ്ടാവും. നല്ല സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു 25 മുതലുള്ള 10-20 വർഷം, 45-50 വയസ്സ് വരെയുള്ള സമയമാണ് നമ്മുടെ ഒരു പീക്ക് പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് യോഗദശകൾ ഉണ്ടായിരിക്കണം. യോഗദശകൾ എന്ന് പറയുന്നത് 1, 5, 9 ഭാവാധിപന്മാരുടെ ദശ ഈ സമയത്ത് വരണം. അങ്ങനെ ദശ വരുന്നവർക്ക് മിക്കവാറും ലഗ്നാധിപനും ബലവാനായിരിക്കും. കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ലഗ്നാധിപന്റെ ബലം വളരെ പ്രധാനമാണ് ജാതകത്തിൽ. ലഗ്നാധിപന് എത്ര ശക്തിയുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപനാവരുത്. ലഗ്നാധിപൻ ശുഭനായിരിക്കണം. ലഗ്നവും ക്ഷേത്രം ശുഭമായിരിക്കണം. പാപന്റെ ദൃഷ്ടിയോ യോഗോ ഒന്നും ലഗ്നക്ഷേത്രത്തിലോ ലഗ്നാധിപനോ ഉണ്ടാവരുത്. പാപൻ എന്ന് പറയുന്നത് ശനി, അമാവാസി ചന്ദ്രൻ, രാഹു, ചൊവ്വ, അർദ്ധപാപനായിട്ടുള്ള സൂര്യൻ, ഇത്രയും ഗ്രഹങ്ങളാണ് പാപന്മാരായിട്ട് നിൽക്കുന്നത്. ഇവരുടെ ഒന്നും ദൃഷ്ടിയോ യോഗമോ ലഗ്നവുമായിട്ടോ ലഗ്നാധിപനുമായിട്ടോ ഉണ്ടാവരുത്. എന്നാൽ ശുഭപരമായിട്ടുള്ള എല്ലാ ജാതക ഗുണങ്ങളും ഞാൻ ഈ പറയാൻ പോകുന്ന 3 രാശിക്കാർക്കും പൂർണ്ണമായിട്ടുണ്ടാവുന്നതാണ്. 3 രാശിക്കാരിലെ ഇടവൻ രാശിയെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീര, തര നക്ഷത്രങ്ങൾ. അവർക്ക് 11 ശനി മാറുന്ന സമയമാണ്. 10-ലുണ്ടായിരുന്ന ശനി ജോലി, വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ അത്, അല്ലെങ്കിൽ കുടുംബപരമായ അല്ലെങ്കിൽ ധനം, ജീവന ഉപാധികളെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാം ദോഷമുള്ള 6-8 ഭാവാധിപന്റെ ദശ നടന്നിരുന്ന എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജീവനോപാധികളൊക്കെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ ശനി, ജോലി സ്ഥിരതയില്ലായ്മ, ഒരുപാട് ട്രാൻസ്ഫറുകൾ ഉണ്ടാവുക, ജോലി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. കഴിഞ്ഞ 2.5 വർഷം നിങ്ങൾക്കുണ്ടായിരുന്ന കാലം നിങ്ങൾക്ക് ഒരു സ്ഥിരതയില്ല. ജോലിയിൽ തുടർച്ചയായ മാറ്റങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലികൾ ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു സമയമായിരുന്നു കഴിഞ്ഞ 2.5 വർഷം. അതിൽ നിന്ന് ഒരുപാട് മാറി നല്ല ഉയർച്ച, വ്യത്യസ്തമായ ഒരു ഉയർച്ച ഉണ്ടാവുന്ന, നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന, ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അഭീഷ്ടമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാലം വരികയാണ്. കാരണം നിങ്ങൾക്ക് 2-ലേക്ക് ഗുരു വരും, 11-ൽ ശനി വരും. എന്ന് പറഞ്ഞാൽ ധനം നിങ്ങൾക്ക് വളരെയധികം സമ്പുഷ്ടമായി വരുന്ന ഒരു കാലമാണ്. ധന അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലമാണ്. 2-ലെ ഗുരു, ധനകാരകനായ ഗുരു 2-ൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ധനയോഗം, നല്ല ജോലി, ഇഷ്ടപ്പെട്ട ജോലി കിട്ടുക, ജോലിയിൽ വിചാരിച്ച അഭീഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ജോലിയിൽ നടക്കുക, ധനപരമായ ഉയർച്ച ഉണ്ടാവുക, കുടുംബത്തിന് ഗുണം ഉണ്ടാവുക, നല്ല വാക്കുകൾ പറയുക, കേൾക്കുക, ആളുകളോട് നിങ്ങൾ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും തിരിച്ച് നമുക്ക് കിട്ടുന്നത് നല്ല വാക്കുകളായിരിക്കും. അപ്പോൾ ഇടവം രാശിയിലുള്ള കാർത്തിക, മുക്കാല്, രോഹിണി, മകീര, തര നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള സർവ്വ അഭിവൃദ്ധിയും അടുത്തു വരുന്ന സമയത്തുണ്ടാവും. പ്രത്യേകിച്ചും വ്യാഴം 2-ൽ നിൽക്കുന്ന ആ ഒരു വർഷം, മെയ് 11-ന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് വരും, 2-ാം ഭാവത്തിലേക്ക് വരും. എന്തായാലും ആ ഒരു വർഷം, 1.25 വർഷത്തോളം വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമയമാണ്. നല്ല സമയമാണ്. ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്കൊരു പുതു ജീവൻ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്കാണ് ഈ ശനിമാറ്റം കൊണ്ട് ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത്. തുലാം രാശി എന്ന് പറയുന്നത് ഗുണം ചെയ്യണമെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ജാതകത്തിൽ യോഗദശകൾ ഉണ്ടായിരിക്കണം. യോഗദശകൾ നടന്നിട്ടുണ്ടാവണം, ഇപ്പോൾ നടക്കുന്നുണ്ടാവണം. യോഗദശകൾ 1, 5, 9 ഭാവാധിപന്റെ ദശകൾ നടക്കുന്നുണ്ടാവണം. ലഗ്നാധിപൻ അതിബലവാനായി ശുഭത്വത്തോടു കൂടി നിൽക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭമായിട്ടുള്ള, എല്ലാവർക്കും ശുഭം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഏറ്റവും ഗുണം അനുഭവിക്കാൻ യോഗമുള്ളത് ഈ തരം ജാതകം കൂടി ഉള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള, അത് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല് എന്ന് പറയുന്ന 3 നാളുകൾക്കാണ് തുലാം രാശിയിൽ നമുക്ക് ഗുണം പറയുന്നത്. തുലാം രാശിയിലെ ഗുണം വരുന്നതിന് പ്രധാന കാരണം തുലാം രാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി, പൂർണ്ണ ദൃഷ്ടി വരികയാണ്. അടുത്തൊരു വർഷത്തോളം ഗുരു ധനകാരകനായ, സമൃദ്ധികാരകനായ, എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അഭീഷ്ടവരദായകനായ ഗുരുവിൻ്റെ ദൃഷ്ടി അടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാലം വർദ്ധിച്ചു കിട്ടും. മാത്രമല്ല ശനി 6-ലാണ്,
6-ലെ ശനി മറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും അനുഭവിക്കില്ല. ശനിയുടേതായിട്ടുള്ള യോഗം, അന്ധകാരത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങളൊന്നും അനുഭവിക്കില്ല. അന്ധകാരത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ സന്താനങ്ങളിൽ നിന്ന് പീഡ ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കില്ല. എത്ര കാലം നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിരുന്നു? സന്താനങ്ങളിൽ നിന്ന് ദുഃഖം, ഒരുപാട് സന്താനങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക, അവർ നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കാതിരിക്കുക, കുട്ടികൾ നന്നായി പഠിക്കാതിരിക്കുക, അങ്ങനെയുള്ള സന്താനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ വിദേശത്ത് പോവുക, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞിരിക്കുക, അതൊക്കെയായിരുന്നു കഴിഞ്ഞ 2.5 വർഷം നടന്നിരുന്നത്. തുലാം രാശിക്കാർക്ക്, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 5 വർഷം സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. സന്താനങ്ങളെ നമുക്ക് മാനസിക പീഡ തന്നിരുന്ന കാലമായിരുന്നു. സന്താനങ്ങളെ കൊണ്ട് ധനച്ചെലവുണ്ടായിരുന്ന കാലമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ വളരെയധികം ധനാഭിവൃദ്ധിയും, നിങ്ങൾക്ക് ശനി 6-ൽ മാറിയതുകൊണ്ട് തന്നെ ശനിയുടെ ദൃഷ്ടി ഇല്ലാത്ത ഒരു 2.5 വർഷമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് തുലാം രാശിക്കാരെ യോഗദശകൾ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉന്നതി ഉണ്ടാവും അടുത്ത 2.5 വർഷം. അത് കഴിഞ്ഞ് നമുക്ക് മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർ പാവമാണ്. കഴിഞ്ഞ 2.5 വർഷം, അതിനു മുമ്പുള്ള 2.5 വർഷവും രോഗം, ദുരിതം, കടം. നമുക്ക് വേണ്ടാത്ത 3 കാര്യങ്ങളാണ് രോഗവും, ദുരിതവും, കടവും. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. രോഗം നമുക്ക് ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ്, 2.5 വർഷം മുമ്പ് ഒരുപാട് രോഗവും, ദുരിതവും, കടവുമായി കയറി വന്ന മകരം രാശിക്കാർ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് അവർ പകുതി മുക്തി നേടിയിരുന്നെങ്കിലും ഈ 2.5 വർഷം, ഇനി വരുന്ന 2.5 വർഷം ആ രോഗം, ദുരിതം, കടം, രോഗത്തിൽ നിന്ന് മുക്തി നേടുക, ശരീരപീഠകളിൽ നിന്നും ശരീരത്തിനുണ്ടായിട്ടുള്ള ഒരുപാട് വേദനകൾ, അങ്ങനെയുള്ള ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള നഷ്ടം, ഒരുപാട് ആളുകൾ, അങ്ങനെയുള്ള ഈ മകരം രാശിക്കാർക്ക് ജന്മശനി നടന്നിരുന്ന ഒരു 2.5 വർഷം മുമ്പുണ്ടായിരുന്ന ജന്മശനി, അതിൽ നിന്നുള്ള പൂർണ്ണ മുക്തി ഈ 2.5 വർഷം കൊണ്ട് സാധ്യമാണ്. ധനപരമായ വളരെയധികം ഉയർച്ചയുണ്ടാവും. നല്ല അഭീഷ്ട കാര്യങ്ങളൊക്കെ നടക്കും. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റും. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുക, അത് പറ്റും. അതുപോലെ നമുക്ക് വിചാരിച്ച രീതിയിൽ കുടുംബത്തോട് ഇടപഴകാനും കഴിഞ്ഞ 2.5 വർഷം നമ്മൾ കുടുംബവുമായിട്ട് ഒരുപാട് ചേർച്ചയില്ലായ്മയോ, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്ത് പോവുകയോ, അല്ലെങ്കിൽ കുടുംബം പ്രൊമോഷനായി മറ്റെവിടെയെങ്കിലും ട്രാൻസ്ഫറായി നിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ദമ്പതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നിക്കാനും, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ 2.5 വർഷം ദാമ്പത്യമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, അടിച്ച് പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ പോലും കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് അവർ ശാന്തമായിട്ടുണ്ടാവും. ഈ വരുന്ന 2.5 വർഷം കൊണ്ട് അവർ പുനർചേരാനും യോഗമുള്ള ഒരു സമയമാണ്. അതായത് ശനിയുടെ യോഗം കൊണ്ട് ജാതകത്തിലെ ദശാപഹാര ചിത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം. പ്ലസ് ലഗ്നാധിപന് ശുഭത്വം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന പൂർണ്ണ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും, എന്താ എനിക്ക് എല്ലാ ശുഭങ്ങളും ഈ 3 രാശിക്കാർ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, എല്ലാം നല്ലത് പറഞ്ഞല്ലോ പക്ഷെ ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് നോക്കുക. ഒന്നുകിൽ ലഗ്നാധിപൻ പാപനായിരിക്കും. 1, 5, 9 ഭാവാധിപൻ്റെ ദശ നടക്കുന്നതിന് പകരം 6, 8, 12 ഭാവാധിപൻ്റെ ദശയായിരിക്കും നിങ്ങൾക്ക് ഈ പീക്ക് പീരീഡിൽ നടക്കുക. 6, 8, 12 ഭാവാധിപൻ്റെ ദശ പീക്ക് പീരീഡ്. 6, 8, 12 ഭാവാധിപൻ പാപനായിരിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇപ്പം നമുക്ക് ശനിദോഷം പൂർണ്ണമായി മാറി, ധനപരമായിട്ടുള്ള കടവും അതുപോലെ ശരീരത്തിലുണ്ടായിരുന്ന രോഗങ്ങളും മാറി, ദുരിതങ്ങളും മാറി, കുടുംബവുമായിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നൊക്കെ മാറി, കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ മാറി, നിങ്ങൾ കഴിഞ്ഞ ഒരു ജനുവരി മുതലേ മകരരാശിക്കാരൊക്കെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ ഒരു ജനുവരി മുതൽ അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഈ 3 രാശിക്കാരുടെ പ്രധാന ഗുണഫലങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ.